എല്ലാ മാതാപിതാക്കളും കാത്തിരിക്കുന്നതും കൊതിക്കുന്നതുമാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ എന്നുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയുകയില്ല. കാരണം മലപ്പുറം തിരൂരിൽ നടന്ന ഒരു ഉമ്മായും മകന്റെയും ആത്മഹത്യാ ശ്രമം എന്തായിരുന്നു അന്ന് നടന്നിരുന്നത്? ഉമ്മ എന്ന ഇർഫാന എന്ന് പറയുന്ന സഹോദരിയോ ഒരു പിഞ്ച് മകനായ 1.5 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയും കൊണ്ടായിരുന്നു ഈ സഹോദരി ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിക്കും. ലോകം പോലും കാണാതെ, ഈ ലോകം എന്താണ് എന്ന് അറിയാതെ തന്നെ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോയ ആ കുഞ്ഞ് എത്രത്തോളം മുമ്പോട്ട് ഓരോ സ്വപ്നങ്ങൾ കാണാനിരിക്കുന്ന ആ പിഞ്ച് ഹൃദയം ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നു. നമുക്ക് വാർത്തയിലൂടെ കൂടുതൽ വിവരങ്ങൾ അറിയാം. തിരൂരിൽ യുവതിയെയും 1.5 വയസ്സുള്ള മകനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏഴൂർ സ്വദേശിയായ ഇർഫാന, മകൻ അമൽ മാലിക് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. കിരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, എപ്പോഴാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്? എന്താണ് സംഭവം എന്നാണ് മനസ്സിലാവുന്നത്? പോലീസിന്റെ വിശദീകരണങ്ങൾ എന്താണ്? ഷാനി, ഇന്നലെ സന്ധ്യയോട് കൂടിയാണ് ഈ സംഭവം. അതായത് ഇർഫാനെയും അമൽ മാലിക്കിനെയും ഇവരുടെ കേരളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നേരത്തെ ഇവരുടെ ഭർത്തൃപിതാവ് വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം അവർ പള്ളിയിലേക്ക് പോയി. ആ സമയത്ത് അയൽവാസി വന്ന് ഈ ഇർഫാനെ വിളിച്ചെങ്കിലും വീട്ടിൽ കണ്ടെടുത്തില്ല. തുടർന്ന് പിന്നീട് ഈ പിതാവ് കൂടി അവിടെ നിന്നും ശേഷം നടത്തിയ തെരച്ചിലാണ് ഈ സമീപത്തുള്ള കേരളത്തിലെ ഈ മുകളിലുള്ള പാല നീങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. തുറന്ന കിടറ്റിൽ പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ മൃതദേഹം കിടറ്റിൽ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് തന്നെ പോലീസിനും ഒന്ന് ചിന്തിച്ചു നോക്കിയാ എത്രയോ ഉമ്മമാരാണ് ഒരു മകനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എത്രയോ ഉമ്മമാര് അതിൽ വിഷമിക്കുന്നു. എന്നാൽ ഇതൊക്കെ കാണുമ്പം നേരെ തിരിച്ചാണ്. അവർ ഒരു ദിവസം തന്റെ ഉപ്പ പള്ളിയിലേക്ക് പോയപ്പോ അവർ ഉച്ച സമയത്തായിരുന്നു ഈ കാര്യം നടക്കുന്നത്. പള്ളിയിൽ നിന്നും തിരികെ വന്നപ്പോൾ കുടുംബക്കാരും അയൽവാസികളെല്ലാം അന്വേഷണം നടത്തിയ സമയത്ത് വീട്ടിലൊന്നുമില്ല. പുറത്തേക്ക് നോക്കിയപ്പോൾ കിണറ്റിന്റെ വല തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു. കിണറ്റിലേക്ക് നോക്കിയപ്പോഴാണ് ആ ഒരു ഉമ്മയും മകനെയും കാണാനിടയായത്. ഏറ്റവും വലിയ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ആ ഉമ്മ എടുത്ത ആ തീരുമാനമാണ്. ഒരു പിഞ്ച് പൈതലിനെയല്ലേ, ഒരുപാട് സ്വപ്നം കാണണ്ട ആ പിഞ്ച് പൈതലിനെയും കൊണ്ടാണ് അവർ ആ കിണറ്റിലേക്ക് ചാടുന്നത് പോലും. അവർ വിചാരിച്ചു കാണും, എന്റെ മകൻ ഒറ്റപ്പെടും, ഞാൻ പോയാൽ അവൻ ആരും നോക്കാനില്ല എന്നൊക്കെ അവർ ഒരുപാട് തെറ്റായ ധാരണകൾ കൊണ്ടായിരിക്കാം ആ കുഞ്ഞിനെയും കൊണ്ടുപോയത്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇർഫാന എന്ന് പറയുന്ന സഹോദരി ഈ മരണത്തിനു മുമ്പ്, ഈ ആത്മഹത്യക്ക് മുമ്പ് ഒരു കുറിപ്പ് എഴുതി വെച്ചായിരുന്നു. ആ പോലീസ് എടുക്കുകയുണ്ടായി. അതിലെഴുതിയത്, എന്റെ മാതാവ് മരണപ്പെട്ടിട്ട് 4ഓളം മാസമായി. ആ മാതാവിന്റെ വേദന, ആ മാതാവ് മരണപ്പെട്ടതിന്റെ ഒരു വിഷമം കൊണ്ടാണ് ഇവർ ഈ ആത്മഹത്യാ ശ്രമം നടത്തിയത് പോലും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലും ഏതൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ സ്വന്തം ഉമ്മയടുത്താണ്. പക്ഷേ ഉമ്മ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല എന്ന് കരുതി അവരെ വിഷമം കൊണ്ടാണ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ പെട്ടെന്നൊരു നടപടി നമ്മൾ ഒരിക്കലും എടുക്കരുത്. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ വരാറുണ്ട്. എന്നാൽ നമുക്ക് അതിന്റെ പരിഹാരമായിട്ട് ആത്മഹത്യയല്ല നമുക്ക് വെച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ ഒരു തോട്ടുണ്ട്, എന്താ, എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ തനിയെ ഉണ്ടാക്കി വരുത്തുന്നതാണ്. അതിലൂടെ നമ്മൾ മാനസികമായിട്ട് വിഷമം വരുത്തുകയും നമ്മൾ ഇതേപോലത്തെ ആത്മഹത്യാ ശ്രമത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും. ആത്മഹത്യ നമുക്കൊരു പരിഹാരമല്ല. കോഴിക്കോട് സ്വദേശിയായ റാഫി എന്നുള്ള അവരുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. അദ്ദേഹവും അവരുമായിട്ട് ഈ 15-ാം തീയതിക്ക് മുമ്പായിട്ട് അവർ ഉംറയൊക്കെ നിർവഹിച്ചിട്ട് വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. അവരുടെ പിതാവ് ഇബ്രാഹിം വിദേശത്തിലായിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്ന് ഒരാഴ്ചത്തോളം പോലും ആയിട്ടില്ല. അതിനു മുമ്പാണ് ഈ നടുക്കിയ ഈ മരണം സംഭവിക്കുന്നത് പോലും. നമുക്കെല്ലാം ഈ ഒരു മരണം വല്ലാത്ത രൂപത്തിൽ വിഷമകരമാക്കുന്നതാണ്. ആ അമൽ മാലിക് എന്ന പറയുന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമ്മളെ ഹൃദയം വിറയ്ക്കുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ പ്രതിസന്ധി വന്നാലും, നമുക്ക് വീടില്ലാതെ വന്നാലും, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ വന്നാലും നമ്മൾ മറ്റുള്ളവരോട് പങ്കിടുക. നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. നിന്റെ കൂടെ അള്ളാഹു ഉണ്ട്, ഈമാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിന്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങൾ നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടുകാർക്കും ആ കുടുംബക്കാർക്കും ഒരുപാട് ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അള്ളാഹു നല്ല ആഖിബത്ത് നന്നാക്കി, നല്ലൊരു ഈമാൻ ഉറച്ച നല്ലൊരു മനുഷ്യരാക്കി അള്ളാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.